Hello everyone, welcome to Brilliant EduTech, the best solution ever. കേരള വാട്ടർ അതോറിറ്റി നടത്തുന്ന കേരള PSC എക്സാം ആയ ലാബ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്സുമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബേസിക് ലബോറട്ടറി ടെക്നിക്സിനെ കുറിച്ചും ബേസിക് ഫസ്റ്റ് എയ്ഡ്സിനെ കുറിച്ചാണ്. നമ്മുടെ MLT വരുന്ന ആദ്യത്തെ മൊഡ്യൂളിലെ ടോപ്പിക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിലും മറക്കാതെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കൂടെയുള്ള ബെൽ ബട്ടൺ അമർത്തുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും എനേബിൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് അടുത്തൊരു ക്ലാസ് നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. ഇനി നമ്മുടെ ടെലിഗ്രാം ചാനലും വാട്സ്ആപ്പ് ചാനലും ഒക്കെ എൻറോൾ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. ഇനി ലാബ് അസിസ്റ്റന്റിനായിട്ട് നമ്മളൊരു യൂട്യൂബ് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്ലേസിനകത്ത് ഒരുപാടധികം ക്ലാസ്സുകളും ചെയ്തിട്ടുണ്ട്. ക്ലാസ്സുകൾ കാണാൻ താല്പര്യമുള്ളവർ ക്ലാസ്സുകൾ കണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ആ ഒരു ക്ലാസ്സുകൾ ഉപകാരപ്രദമാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബിഫോർ സ്റ്റാർട്ടിങ് ടു വർക്ക് ഇൻ എ ലബോറട്ടറി നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതും ഫെമിലറൈസ് ചെയ്യേണ്ടതുമായിട്ടുണ്ട്. അതിലൊന്ന് നമ്മൾ ഹസാർഡസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണ് ലാബിൽ ഉള്ളത്, അതെങ്ങനെ സേഫ് ആയിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതാണ്. അതുപോലെ ഇവരെ എങ്ങനെ സ്റ്റോർ ചെയ്യാം, എമർജൻസി പ്രോട്ടോകോൾസ് എന്തൊക്കെയാണ്, ലേബിൾസ് വായിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ്സ് ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കേണ്ടതായിട്ടുമുണ്ട്. അതായത് നമ്മളിത് എങ്ങനെ മൂവ് ചെയ്യണം, എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ ഓപ്പൺ ചെയ്യണം, ഇതിനെക്കുറിച്ചൊക്കെയുള്ള പ്രൊസീജിയേഴ്സ്. ഇനി അൺലേബിൾഡ് ആയ ഏതെങ്കിലും ഒരു കണ്ടെയ്നർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. മിസ്സിംഗ് ആയിട്ടുള്ള ലേബൽസ് ഉണ്ടെങ്കിൽ നമ്മളതിന് സൂപ്പർവൈസർക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുമുണ്ട്. അപ്പം അൺഷുവർ ആണ് ഈ ഒരു വർക്കിംഗ് പ്രൊസീജിയറിനെ പറ്റി നമുക്ക് അൺഷുവർ ആണെങ്കിൽ അതും നമുക്ക് സൂപ്പർവൈസറുമായിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ് പ്രൊസീഡ് ചെയ്യുന്നതിന് മുൻപായിട്ട്. അതുപോലെ എവിടെയാണ് സേഫ്റ്റി ആൻഡ് എമർജൻസി എക്യുപ്മെന്റ്സ് ഉള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതെങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് എന്നും അറിഞ്ഞിരിക്കണം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സ്, ഐ വാഷ്, ഷവർ, ഫസ്റ്റ് എയ്ഡ്, സ്പിൽ റെസ്പോൺസ് കിറ്റ്. എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാവുകയാണെങ്കിൽ അതിന് റെസ്പോൺസ് നമ്മൾ ചെയ്യേണ്ടത് അതിന് നമുക്ക് ഇല്ലാതാക്കാനായിട്ട് അതിൻ്റെ ആ ഒരു ആധിക്യം കുറയ്ക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിനുള്ള കിറ്റുകൾ, അതുപോലെ ഫയർ അലാം പുൾ സ്റ്റേഷൻസ്, ടെലിഫോൺ എവിടെയാണ്, എമർജൻസി എക്സിറ്റ് ഏത് വഴിക്കാണ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഒരു എമർജൻസി സ്പിൽ ഉണ്ടായാൽ എന്തെങ്കിലും അപകടകരമായ ഒരു പ്രൊസീജിയർ സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമ്മൾ റെസ്പോൺസ് പ്രൊസീജിയർ എന്താണ് ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ലബോറട്ടറി വർക്ക് ചെയ്യുന്ന സമയത്ത് ഓതറൈസ്ഡ് ആയിട്ടുള്ള ആളുകളെ മാത്രം അകത്തോട്ട് കയറ്റിവിടാനായിട്ട് ശ്രദ്ധിക്കുക. കുഞ്ഞു കുട്ടികളെ ഒന്നും അലോ ചെയ്യാനായിട്ട് പാടുള്ളതല്ല. സ്മോക്കിംഗ്, ഈറ്റിംഗ്, ഡ്രിങ്കിങ്, സ്റ്റോറിംഗ് ഫുഡ്, ബീവറേജസ്, ടൊമാറ്റോ ഇതൊന്നും നമുക്ക് പാടില്ല. അതുപോലെ കോണ്ടാക്ട് ലെൻസും പെർമിറ്റഡ് അല്ല. ലാബ് കോട്ട്സ് വെയർ ചെയ്തിരിക്കണം. നീ ലെങ്ത്തിലുള്ള ലാബ് കോട്ട്സ് ആയിരിക്കണം വെയർ ചെയ്യേണ്ടത്. സേഫ്റ്റി ഗ്ലാസ്സസ് ലബോറട്ടറിയിൽ നമ്മൾ യൂസ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ കെമിക്കൽസോ ബയോ ഹസാർഡ്സോ റേഡിയോ ഐസോട്ടോപ്സ് ആയിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ട് എങ്കിൽ. ഓപ്പൺ ഷൂസ്, സാൻഡൽസ് ഇതൊന്നും നമ്മൾ ലാബിൽ വെയർ ചെയ്യാനായിട്ട് പാടുള്ളതല്ല. അതുപോലെ നമ്മുടെ പ്ലേസസ് എപ്പോഴും ക്ലീൻ ആയിട്ടും അൺവാണ്ടഡ് ആയിട്ടുള്ള കെമിക്കൽസ് ഇല്ലാതെയും നമ്മൾ കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബയോളജിക്കൽ ആയിട്ടുള്ള സ്പെസിമെൻസ്, റിയേജൻ ബോട്ടിലുകൾ എംപ്റ്റി ആയിട്ടോ ഫുൾ ആയിട്ടോ നമ്മൾ ഫ്ലോറിനകത്ത് ലീവ് ചെയ്യാനോ പാടില്ല. ഇനി നമ്മൾ വർക്ക് മെറ്റീരിയൽസ് മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിൻ്റെ സേഫ് ഹാൻഡിലിങ്ങും സ്റ്റോറേജും നമുക്ക് അറിയാമെങ്കിൽ മാത്രം. മൗത്ത് വെച്ച് പിപ്പറ്റ് ചെയ്യാനായിട്ട് പാടില്ല. മെക്കാനിക്കൽ ട്രാൻസ്ഫർ ഡിവൈസുകൾ യൂസ് ചെയ്ത് പിപ്പറ്റ് ഔട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ എക്സിറ്റ്സും പാസേജ് വേയും എപ്പോഴും ക്ലിയർ ആക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ് ബ്ലോക്ക്ഡ് അല്ല, നമുക്ക് ആക്സസിബിൾ ആണ് എന്നുള്ള രീതിയിൽ നമ്മൾ കീപ്പ് ചെയ്യണം. അതുപോലെ എന്തെങ്കിലും ആക്സിഡൻസോ ഡേഞ്ചറസ് ആയ ഇൻസിഡൻസോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സൂപ്പർവൈസറിനെ ഉടനെ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കണം. നിങ്ങളുടെ കൈകൾ ലബോറട്ടറിയിൽ നിന്ന് പോകുന്നതിന് മുൻപായിട്ട് നല്ല രീതിയിൽ വാഷ് ചെയ്യണം. അതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷസ് ആയ ബയോ എയറോസോൾ, അതായത് ബയോളജിക്കൽ ആയിട്ടുള്ള എയർ പാർട്ടിക്കിൾസ് എന്തെങ്കിലും ബയോളജിക്കൽ സേഫ്റ്റി ക്യാബിനറ്റിൽ ഉണ്ടെങ്കിൽ അതിനെ ലിബറേറ്റ് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്തിരിക്കണം. ഇനി ഹ്യൂമൻ ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പഠിച്ചിരിക്കണം. പൊട്ടൻഷ്യലി ഇൻഫെക്ഷ്യസ് ആണ് എന്നുള്ള രീതിയിൽ തന്നെ അതിനെ കണ്ട് നമ്മളതിനെ
സേഫ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. എന്തൊക്കെ കാര്യങ്ങളാണ് ലബോറട്ടറിയിൽ നിന്ന് പോകുന്നതിന് മുൻപായിട്ട് ക്ലീൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് അടുത്തത് നമുക്ക് പറയാനുള്ളത്. അപ്പം ഇവിടെ ഗ്യാസ്, വാട്ടർ, ഇലക്ട്രിസിറ്റി, വാക്വം, കംപ്രഷൻ ലൈൻസ്, ഹീറ്റിംഗ് അപ്പാരറ്റസ് ഇതെല്ലാം തന്നെ നമ്മൾ ടേൺ ഓഫ് ചെയ്തിരിക്കണം. അതുപോലെ എന്തെങ്കിലും അൺയൂസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, നമുക്ക് ആവശ്യമില്ലാത്ത മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ റിട്ടേൺ ചെയ്യണം. എക്യുപ്മെൻറ്റ്സ്, അപ്പാരറ്റസ് ഇതെല്ലാം തന്നെ പ്രോപ്പറായ സ്റ്റോറേജ് ലൊക്കേഷനിൽ കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം തന്നെ ഡിസ്പോസ് ചെയ്യുക. ഡിഫക്റ്റീവായ അല്ലെങ്കിൽ ഡാമേജ്ഡ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് മാറ്റുക. അതുപോലെ വേറെ അറേഞ്ച് ചെയ്ത് റീപ്ലേസ് ചെയ്ത് റിപ്പയർ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നത് അങ്ങനെ ഉപയോഗിക്കുക. ഇനി എന്തെങ്കിലും എക്യുപ്മെൻറ്റ്സ് കണ്ടാമിനേഷൻ ഉള്ളതാണെങ്കിൽ അതിനെ ഡീകണ്ടാമിനേറ്റ് ചെയ്യുക. വർക്ക് ഏരിയാസിനെ ഹസാഡിയസ് ആയിട്ടുള്ള മെറ്റീരിയൽസുമായിട്ട് കോണ്ടാക്ട് വന്നതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവരെ ഡീകണ്ടാമിനേറ്റ് ചെയ്ത് ആ ഒരു കണ്ടാമിനേഷൻ അവിടെ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സേഫ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ക്ലോത്തിങ്, ലാബ് കോട്ട്സ്, ഗ്ലൗസ് ഒക്കെ ഉണ്ടാവും അല്ലേ, അത് നമ്മൾ വെക്കേണ്ട സ്ഥാനത്ത് വെച്ചിട്ട് മാത്രം ലബോറട്ടറിയിൽ നിന്ന് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങൾക്ക് ചില സിമ്പിൾസ് കാണാനായിട്ട് സാധിക്കും. കംപ്രസ്ഡ് ഗ്യാസ്, ഫ്ലെയിമബിൾ ആൻഡ് കമ്പസ്റ്റബിൾ മെറ്റീരിയൽസ്, ഓക്സിഡൈസിങ് മെറ്റീരിയൽ, പോയ്സണസ് ആൻഡ് ഇൻഫെക്ഷ്യസ് മെറ്റീരിയൽ, അതായത് ടോക്സിക് ആയ എഫക്റ്റ് ഉണ്ടാക്കുന്ന മെറ്റീരിയൽസ് ആണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ പോയ്സണസ് ആൻഡ് ഇൻഫെക്ഷ്യസ് മെറ്റീരിയൽസ് ബയോ ഹസാഡസ് ആണ് എന്നുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള സിമ്പിളാണ് കാണാനായിട്ട് സാധിക്കുക. കൊറോസീവ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണെങ്കിൽ ഇങ്ങനെ ഒരു സിമ്പിൾ കാണാനായിട്ട് സാധിക്കും. ഡേഞ്ചറസ്ലി റിയാക്റ്റീവ് ആണെങ്കിൽ ഇങ്ങനെ ഒരു സിമ്പിൾ ഉണ്ടായിരിക്കും. ഈ സിമ്പിൾ ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചാൽ മതി കേട്ടോ. കുറച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സൈൻസ് ആൻഡ് സിമ്പിൾസ് യൂസ്ഡ് ഇൻ ലബോറട്ടറി നമുക്ക് നോക്കാം. അപ്പം നമുക്ക് സിമ്പിൾസിനകത്ത് മെയിൻ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഹസാർഡ് വാർണിംഗ് സിമ്പിൾസ് ഉണ്ട്, സേഫ്റ്റി അതായത് മാൻഡേറ്ററി ആയിട്ടുള്ള സിലബസ്, പിന്നെ വരുന്നത് പ്രൊഹിബിറ്ററി സിമ്പിൾസ്. ഏതൊക്കെയാണ്? ഹസാർഡ് വാർണിംഗ് സിമ്പിൾസ്, സേഫ്റ്റി അഥവാ മാൻഡേറ്ററി സിമ്പിൾസ്, പ്രൊഹിബിറ്ററി സിമ്പിൾസ്. ഹസാർഡ് വാർണിംഗ് ആണ് എന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ ബ്ലാക്ക് പിക്ചറിൽ യെല്ലോ അല്ലെങ്കിൽ ഓറഞ്ച് ബാക്ക്ഗ്രൗണ്ടിലാണ് കാണാനായിട്ട് സാധിക്കുന്നത്. സേഫ്റ്റി സിമ്പിൾസ് ആണ് എന്നുണ്ടെങ്കിൽ അവരെ വൈറ്റ് പിക്ചറിൽ ബ്ലൂ ബാക്ക്ഗ്രൗണ്ടിലാണ് കാണാനായിട്ട് സാധിക്കുക. പ്രൊഹിബിറ്ററി സിമ്പിൾസ് ആണ് എന്നുണ്ടെങ്കിൽ ബ്ലാക്ക് പിക്ചറിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ റെഡ് എഡ്ജോട് കൂടി അല്ലെങ്കിൽ ഡയഗണൽ ലൈനോട് കൂടിയിട്ടാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഓരോ സിമ്പിൾസും കാണാനായിട്ട് സാധിക്കും. ഹസാർഡ് വാർണിംഗ് സിമ്പിൾസ്, അതുപോലെ നമുക്ക് വരുന്നത് സേഫ്റ്റി സിമ്പിൾസ്, അതുപോലെ നമ്മുടെ ലാസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്ന പ്രൊഹിബിറ്ററി സിമ്പിൾസ്. ഇനി എങ്ങനെ നമുക്ക് ലബോറട്ടറിയിലെ കെമിക്കൽസ് ഹാൻഡിൽ ചെയ്യാം, സ്റ്റോർ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ് പഠിക്കാനായിട്ട് പോകുന്നത്. കെമിക്കൽസിനെ അവരുടെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടി അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യാം. ടൈപ്സ് ഓഫ് കെമിക്കൽസ് നോക്കുകയാണെങ്കിൽ ഫ്ലെയിമബിൾ കെമിക്കൽസ് വരുന്നുണ്ട്. അതിൽ വരുന്നതാണ് അസറ്റോൺ, ഈതർ, സൈലിൻ, ആൽക്കഹോൾ തുടങ്ങിയവ. കൊറോസീവ് കെമിക്കൽസിനകത്ത് വരുന്നതാണ് കോൺസെൻട്രേറ്റഡ് ആസിഡ്സ്, ആൽക്കലീസ്, ഫീനോൾസ് ഒക്കെ തന്നെയും. ഓക്സിഡൈസിങ് കെമിക്കൽസിനകത്ത് വരുന്നത് പൊട്ടാഷ്യം ഡൈക്രോമേറ്റ്, ക്രോമിക് ആസിഡ്, ക്ലോറൈറ്റുകളൊക്കെയാണ്. എക്സ്പ്ലോസീവ് കെമിക്കൽസിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് പിക്രിക് ആസിഡ്. പിക്രിക് ആസിഡ് ഒരു എക്സ്പ്ലോസീവ് കെമിക്കലാണ്. റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് അല്ലെങ്കിൽ കെമിക്കൽസ് നമുക്ക് നോക്കാം. അയഡിൻ 125, അയഡിൻ 131, ഹൈഡ്രജൻ 3 അഥവാ ട്രിഷ്യം എന്ന് പറയും. ഇനി കാർസിനോജനിക് കെമിക്കൽസ് വരുന്നത് ബെൻസിഡിൻ, ഓ ടൊളൂഡിൻ, സെലനൈറ്റ് ഒക്കെയാണ്. ടോക്സിക് കെമിക്കൽസിനകത്ത് വരുന്നത് ഒന്നാണ് പൊട്ടാഷ്യം സയനൈഡ്. ഹാൻഡ്ലിംഗ് ആൻഡ് സ്റ്റോറേജ് ഓഫ് കെമിക്കൽസ്. ഇപ്പൊ നമ്മൾ കെമിക്കൽസിനെ ഹസാർഡ് സിമ്പിൾ വെച്ച് ലേബൽ ചെയ്തിട്ടുണ്ടാവണം. സിമ്പിളായ ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെ വഴിയായിട്ട് നമുക്ക് ഇവരെ ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ ഒരു സിമ്പിൾ ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കണം. സ്ട്രെങ്ത്, എക്സ്പയറി ഡേറ്റ് എന്നിവ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. ഇനി ഫ്ലെയിമബിൾ ആയ ഒരു കെമിക്കൽ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഫയർ പ്രൂഫ് മെറ്റൽ കണ്ടെയ്നറിൽ നമ്മൾ ഗ്രൗണ്ട് ലെവലിൽ അവരെ എന്ത് ചെയ്യണം, സ്റ്റോർ ചെയ്തിരിക്കണം. കൂളായ ഒരു ഡ്രൈ ആയ പ്ലേസിൽ വേണം അവരെ സ്റ്റോർ ചെയ്യാനായിട്ട്. ഒരിക്കലും ഫ്ലെയിമിന്റെ ഡയറക്റ്റ് അടുത്ത് വരുന്ന രീതിയിൽ ഇവരെ ഹാൻഡിൽ ചെയ്യരുത്. കുറച്ച് അകലെയായിട്ട് ഇവരെ കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഫ്ലെയിമബിൾ ആയ കെമിക്കൽസ് ആണ് അല്ലേ. ഇനി കൊറോസീവ് കെമിക്കൽ ആണെങ്കിലോ അവരെ നമ്മൾ സ്റ്റോർ ചെയ്യാൻ പോകുന്നത് ആംബർ കളറുള്ള ബോട്ടിലാണ്, ഗ്രൗണ്ട് ലെവലിലാണ് സ്റ്റോർ ചെയ്യുന്നത്. എക്സ്പ്ലോസീവ് കെമിക്കൽ ആണെങ്കിൽ നമ്മൾ അവളെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഡ്രൈ സ്റ്റേറ്റിൽ ലീവ് ചെയ്യാനായിട്ട് പാടുള്ളതല്ല. റേഡിയോ ആക്റ്റീവ് കെമിക്കൽസ് ആണെങ്കിൽ അത് ട്രെയിൻഡ് ആയ
പേഴ്സൺസ് പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചവർ മാത്രം ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. കാർസിനോജനിക് ആയ കെമിക്കൽസ് ആണെങ്കിൽ ക്ലോസ്ഡ് കണ്ടെയ്നറിൽ കീപ്പ് ചെയ്യണം. അതുപോലെ എക്സ്പോഷർ, ആ ഒരു കെമിക്കലുമായിട്ടുള്ള എക്സ്പോഷർ ഹാൻഡ്ലിംഗ് എല്ലാം തന്നെ മിനിമം ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഹൈലി ടോക്സിക് ആയ ചില കെമിക്കൽസ് ഉണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ പൊട്ടാഷ്യം സയനൈഡ് പോലുള്ളവ. അവരെ നമ്മൾ കബോർഡ്സിൽ ലോക്ക് ചെയ്ത് വേണം കീപ്പ് ചെയ്യാനായിട്ട്. പ്രോപ്പർ ആയ ഡോക്യുമെന്റേഷൻ നമ്മൾ സ്റ്റോക്ക് രജിസ്റ്ററിൽ ചെയ്തിരിക്കുകയും വേണം. ഹൈലി ടോക്സിക് ആണ്, അതിൻ്റെതായ സേഫ്റ്റി പ്രിക്കോഷൻസ് അവിടെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി ഫ്ലെയിമബിൾ ആയ കെമിക്കൽസ് ഒരു കാരണവശാലും ഫ്ലെയിമിന് അടുത്തിരുന്ന് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പാടില്ല, ആഡ് ചെയ്യാൻ പാടില്ല. എന്ത്? വാട്ടറിനെ ആസിഡിലോട്ട് ആഡ് ചെയ്യാൻ പാടുള്ളതല്ല. മറ്റൊന്ന് മൗത്ത് പിപ്പറ്റിംഗ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. ലബോറട്ടറി ഹസാർഡ്സ് ഫിസിക്കലായോ കെമിക്കലായോ ബയോളജിക്കലായോ ഇലക്ട്രിക്കലായോ ഫയർ കാരണോ റേഡിയേഷൻ കാരണമോ നടന്നെന്ന് വരാം. ഫിസിക്കൽ ഹസാർഡ് എന്ന് പറയുമ്പോൾ കട്ടിങ് സംഭവിക്കാം അല്ലെ, ഗ്ലാസ് വയർ കാരണം, ഷാർപ്പായുള്ള മെറ്റീരിയൽസ് കാരണം, ഇലക്ട്രിക്കൽ ഷോക്കുകൾ ഉണ്ടാവാം, ഫാൾ ചെയ്യാം, വെറ്റായ ഫ്ലോർ ആണെങ്കിൽ നമ്മൾ വീണ് പോകാം. അതുപോലെ ബേൺസും സ്കാൽഡും ഉണ്ടാവാം. ബേൺസ് എന്ന് പറയുമ്പോൾ പൊള്ളല്, സ്കാൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവി കാരണം നമുക്ക് ഉണ്ടാവുന്ന ഒരു ചൂടില്ലേ, ആ ഒരു ബേണിംഗ് സെൻസേഷൻ ഇല്ലേ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ബേൺസ് എന്ന് പറയുന്നത് ഫ്ലെയിമബിൾ കെമിക്കൽസ് കാരണോ തെറ്റായ ഫോൾട്ടി ആയിട്ടുള്ള നമ്മുടെ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് കാരണോ ബേണേഴ്സ് കാരണോ കൊറോസീവ് കെമിക്കൽസ് കാരണോ ഹോട്ട് ഡ്രൈ ഒബ്ജക്ട്സ് കാരണോ ഒക്കെ നമുക്ക് ഉണ്ടായെന്ന് വരാം. സ്കാൽസ് മെയിനായിട്ട് ഉണ്ടാക്കുന്നത് ഹോട്ടായ ലിക്വിഡ്സ് അഥവാ സ്റ്റീം ഒക്കെയാണ്. ഇനി ജനറൽ ആയിട്ട് പ്രിക്വേഷൻ നമുക്ക് നോക്കാം. ഫിസിക്കൽ ഹസാർഡ് നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് പ്രോപ്പറായ സ്റ്റോറേജും ഹാൻഡ്ലിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. അതുപോലെ സ്റ്റാൻഡേർഡ് ആയ ഇലക്ട്രിഫിക്കേഷൻ മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രോപ്പർ സ്റ്റോറേജ് ഹാൻഡ്ലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്ലാസ് വെയേഴ്സിൻ്റെ മാത്രമല്ല കെമിക്കൽസിൻ്റെയും. പ്രോപ്പറായ ലാബ് എക്യുപ്മെന്റ്സ് ഹാൻഡ്ലിംഗ്, അതുപോലെ സ്പില്ലേജ്, ഹോട്ടായ എന്തെങ്കിലും ഫ്ലൂയിഡ്സ് സ്പില്ലാവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കോട്ട് സ്റ്റിപ്പ് യൂസ് ചെയ്ത് വയലന്റ് ആയിട്ടുള്ള ബോയിലിംഗ് ഓഫ് ലിക്വിഡ്സ് നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ഇനി തിക്ക് വാൾഡ് ആയ ഗ്ലാസ് കണ്ടെയ്നേഴ്സും റൗണ്ട് ബോട്ടം ഫ്ലാസ്കുകൾ നമ്മൾ ഹീറ്റിംഗ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഹസാർഡ് സിമ്പിൾ എപ്പോഴും യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി കെമിക്കൽ ഹസാർഡ്സ് നമുക്ക് പൊതുവെ ഉണ്ടാവുന്നത് ഫിസിക്കലായ കോണ്ടാക്ട് വഴിയോ ഇഞ്ചക്ഷൻ വഴിയോ അല്ലെങ്കിൽ ഇൻഹലേഷൻ നമ്മളത് ശ്വസിക്കുന്നത് വഴിയായിട്ടോ അതുമായിട്ടുള്ള ടച്ച് വഴിയായിട്ടൊക്കെയാണ്. പിന്നെ മൈനറായ ബേൺ ആണെങ്കിൽ കൂടെ ലൈഫ് ത്രെട്ടനിങ് ആവുന്ന ഒരു സ്റ്റേജിലേക്ക് വരെ അത് എത്തിയെന്ന് വരാം. അതുകൊണ്ട് തന്നെ പ്രിക്വേഷൻസ് എടുക്കേണ്ടതായിട്ടുണ്ട്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ലബോറട്ടറി കെമിക്കൽസിന്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് ഫിസിക്കലായിട്ടും കെമിക്കലായിട്ടും അതിനുള്ള പ്രോപ്പർട്ടീസിനെ കുറിച്ചുള്ള ചെറിയൊരു അവയർനെസ് ആണ്, അവബോധമാണ്. അതുപോലെ എങ്ങനെ ഈ പറയുന്ന കെമിക്കലിനെ സ്റ്റോർ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള കൃത്യമായ ധാരണയുണ്ടായിരിക്കണം. മൗത്ത് പിപ്പറ്റിംഗ് അവോയ്ഡ് ചെയ്യണം. 3-4 പ്രാവശ്യമായാലും ഈ ഒരു കാര്യം സെയിം റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ പറയുന്നു, അതൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ഡേഞ്ചറസ് ആയ കെമിക്കൽസ്, ടോക്സിക് ആയ കെമിക്കൽസ് ഉണ്ടെങ്കിൽ അവരെ നമ്മൾ ചെറിയ എമൗണ്ടിൽ മാത്രം നമ്മുടെ ആവശ്യത്തിന് മാത്രം എടുത്ത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക, അങ്ങനെയുള്ള കെമിക്കൽസ് ഹാൻഡിൽ ചെയ്യേണ്ട അവസ്ഥയുണ്ടെങ്കിൽ. ഇനി ഹസാർഡ് സിമ്പിൾ അവിടെയും ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം പറയുന്നുണ്ട്. ഇനി ബയോളജിക്കൽ ഹസാർഡ്സ് നോക്കുകയാണെങ്കിൽ ചില ഇൻഫെക്ഷ്യസ് ഏജന്റ് കാരണം ബയോളജിക്കൽ ഹസാർഡ്സ് ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ പറയുകയാണെങ്കിൽ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് HIV, ഹെപ്പറ്റൈറ്റിസ് B വൈറസ് HBV, ഹെപ്പറ്റൈറ്റിസ് C വൈറസ് HCV, മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ്, ഹെർപ്പിസ് സിംപ്ലെക്സ് വൈറസ്, ഇതെല്ലാം ബയോളജിക്കൽ ഹസാർഡ്സ് ഉണ്ടാക്കുന്ന ഇൻഫെക്ഷ്യസ് ഏജന്റുകളാണ്. കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ്, വാട്ടർ, അതുപോലെ നീഡിൽ വഴി ഉണ്ടാവുന്ന ചെറിയ കട്ടുകൾ, മുറിവുകൾ, ഇതെല്ലാം നമുക്ക് ബയോ ഹസാർഡ് ഉണ്ടാക്കും. അതുപോലെ ലബോറട്ടറി അനിമലിന്റെ ബൈറ്റും ബയോ ഹസാർഡ്സ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എന്തൊക്കെ പ്രിക്വേഷൻസ് ശ്രദ്ധിക്കണം? എല്ലാ സ്പെസിമെനും ഡേഞ്ചറസ് ആണ് എന്നുള്ള രീതിയിൽ തന്നെ കണ്ട് അവരെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മാസ്ക്, ഗ്ലൗസ്, ഏപ്രൺ, ഐ പ്രൊട്ടക്ടർ ഇതെല്ലാം തന്നെ യൂസ് ചെയ്യുക. പ്രോപ്പറായ ഒരു വേസ്റ്റ് ഡിസ്പോസൽ മാനേജ്മെന്റ് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. ലബോറട്ടറി സ്റ്റാഫിനെ എല്ലാം ഇൻഫെക്ഷ്യസ് ഡിസീസസ് HBV പോലുള്ള ഡിസീസിന് എതിരെ വാക്സിനേറ്റ് ചെയ്യുക. മൗത്ത് പിപ്പറ്റിംഗ് അവോയ്ഡ് ചെയ്യുക. അതുപോലെ ഡ്രിങ്ക് ചെയ്യുകയോ ഈറ്റ് ചെയ്യുകയോ അതുപോലെ കോസ്മെറ്റിക്സ് അപ്ലൈ ചെയ്യാനോ ലബോറട്ടറിയിൽ പാടുള്ളതല്ല. പ്രോപ്പറായ വാഷിംഗ്, കൈകളുടെ പ്രോപ്പറായ വാഷിംഗ് ആഫ്റ്റർ വർക്ക് നമ്മൾ എൻഷുർ ചെയ്തിരിക്കണം. ക്ലീൻ ചെയ്യാനും ഡിസിൻഫെക്റ്റ് ചെയ്യാനും ശ്രദ്ധിക്കുക. നമ്മുടെ വർക്ക് ചെയ്യുന്ന ആ ഒരു ഏരിയ എല്ലാം തന്നെ ഡിസിൻഫെക്റ്റ് ചെയ്ത് ഉപയോഗിക്കുക.
അടുത്തത് വരുന്നത് ഇലക്ട്രിക്കൽ ഹസാർഡ്സ് ആണ്. ഇലക്ട്രിക്കൽ ഹസാർഡിന് കാരണമാവുന്നത് തെറ്റായ ഓപ്പറേഷൻ, അതുപോലെ ഇംപ്രോപ്പർ ആയിട്ടുള്ള മെയിൻ്റെനൻസ് ഒക്കെയാണ്. ഇപ്പോൾ ചെറിയ ബേൺ ആണെങ്കിലും അത് ചിലപ്പോൾ നമുക്ക് സിവിയർ ഇഞ്ചറീസ് ഉണ്ടാക്കാം, ഡെത്തിന് വരെ കാരണമായി എന്ന് വരാം. അപ്പം ഇങ്ങനെയുള്ള ഇലക്ട്രിക്കൽ ഹസാർഡ് ഇല്ലാതാക്കാനായിട്ട് പ്രോപ്പറായ ഗ്രൗണ്ടിങ് എൻഷുർ ചെയ്യുക, ഓവർലോഡ് സർക്യൂട്ട്സ് നമ്മൾ അവോയ്ഡ് ചെയ്യുക, എക്സ്റ്റൻഷൻ കോഡുകൾ ഉപയോഗിക്കാതിരിക്കുക, അതുപോലെ വെറ്റായ ഹാൻഡ് വെച്ചിട്ട് നമ്മുടെ നനഞ്ഞ കൈകൾ ഉപയോഗിച്ച് ഇലക്ട്രിക്കൽ ഇക്വിപ്മെൻറ്റ്സ് ഹാൻഡിൽ ചെയ്യാതിരിക്കുക, ഇലക്ട്രിക്കൽ സേഫ്റ്റി ഫീച്ചേഴ്സ് എന്തെങ്കിലും ഡിസേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക, അങ്ങനെ ചെയ്യാതിരിക്കുക. റിപ്പയറിങ്, സർവീസിങ് ഇതെല്ലാം തന്നെ ഓതറൈസ്ഡ് ആയ ആളുകളെ വെച്ച് തന്നെ, അതറിയാവുന്ന ആളുകളെ വെച്ച് തന്നെ ചെയ്യിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ എക്യുപ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്യണം, അതിന് വേണ്ട വർക്ക് മാത്രം ചെയ്യിപ്പിക്കുക, മറ്റൊരു ടാസ്ക് അതിന് കൊടുക്കാതിരിക്കുക. ആ ഒരു രീതിയിൽ എക്യുപ്മെൻറ്റിനെ ഉപയോഗിക്കുക. പിന്നെ ആവശ്യം കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, സ്വിച്ച് ഓഫ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഫയർ എന്ത് കാരണമാണ് ഉണ്ടാവുന്നത്? നേക്കഡ് ആയിട്ടുള്ള ഫ്ലെയിംസ് കാരണം, ഇലക്ട്രിക്കൽ ഓവർലോഡിങ് കാരണം, ഫ്ലെയിമബിൾ റിയേജൻസ് കാരണം, മറ്റൊന്ന് സ്മോക്കിംഗ് കാരണമാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഓപ്പൺ ആയിട്ടുള്ള ഫ്ലെയിംസിന് പകരം ഹോട്ട് പ്ലേറ്റ്സ് യൂസ് ചെയ്യാം. ഫ്ലെയിമബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പ്ലോസീവ് ആയ കെമിക്കൽസ് ആണെങ്കിൽ അവരെ പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്യുക. ഫയർ എക്സ്റ്റിങ്ക്യൂഷർ ഇൻസ്റ്റാൾ ചെയ്യുക. മാത്രമല്ല ലാബിലുള്ള എല്ലാവരും തന്നെ ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എവിടെയാണ് ഇതുള്ളത് എന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഫയർ ഉണ്ടാവുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഫയർ കാച്ചിങ് നടക്കുകയാണെങ്കിൽ ഫയർ എക്സിറ്റ് റൂട്ട് ഉണ്ടായിരിക്കും, അതുവഴി എസ്കേപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സ് ആണ് അടുത്തത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഫയർ പ്രൊട്ടക്ഷൻ ഡിവൈസ് ആണ് ഫയർ എക്സ്റ്റിങ്ക്യൂഷർ എന്ന് പറയുന്നത്. ചെറിയ ഫയർ ഒക്കെ ഉണ്ടാവുമ്പോൾ എമർജൻസി സിറ്റുവേഷനിൽ നമ്മൾ അവരെ കൺട്രോൾ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സിലിണ്ടറിക്കൽ പ്രഷർ വെസലാണ് നമുക്ക് ഉണ്ടായിരിക്കുക. അപ്പോൾ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാനുള്ള ഏജൻസ് ഒക്കെ അതിനകത്ത് തന്നെ ഉണ്ടാവും, അത് ഡിസ്ചാർജ് ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്, കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ABC ടൈപ്പ് ഫയർ ആണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇനി റേഡിയേഷൻ ഹസാർഡ്സ് ഇംപ്രോപ്പർ ആയ റേഡിയോ ആക്റ്റീവ് കെമിക്കൽസിൻ്റെ ഹാൻഡ്ലിംഗ് വഴിയായിട്ടാണ് ഉണ്ടാവുന്നത്. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ റേഡിയോ ഇമ്മ്യൂൺ ആസേ ഒക്കെ ചെയ്യുന്ന സമയത്ത് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് നമ്മൾ യൂസ് ചെയ്തെന്ന് വരാം. എക്സ്റേ യൂണിറ്റ്സ്, അതുപോലെ ന്യൂക്ലിയർ മെഡിസിൻ പ്രൊസീജിയേഴ്സ് ഒക്കെ റേഡിയേഷൻ ഹസാർഡ് ഉണ്ടാക്കാൻ കാരണമാവാറുണ്ട്. അപ്പോൾ ജനറൽ ആയിട്ട് നമ്മൾ പ്രിക്കോഷൻസ് ഏതൊക്കെയാണ് എടുക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റോർ ചെയ്യുക, നമ്മൾ ലിഡ് ഷീൽഡഡ് ആയ ഒരു കണ്ടെയ്നറിലായിരിക്കും പ്രോപ്പർലി നമ്മൾ ലേബൽ ചെയ്ത് നമ്മൾ അവരെ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫ് മാത്രമാണ് റേഡിയോ ആക്റ്റീവ് കെമിക്കൽസ് ഹാൻഡിൽ ചെയ്യാനായിട്ട് പെർമിറ്റ് ചെയ്യപ്പെടേണ്ടത്. ഹസാർഡ് സിമ്പിൾ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സേഫ്റ്റി സ്പെക്ടാക്കിൾസ്, ഡിസ്പോസിബിൾ ഗ്ലൗസ്, പേഴ്സണൽ ഡോസിമീറ്റേഴ്സ് ഒക്കെ തന്നെയും ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഡോസിമീറ്റർ എന്ന് പറയുന്നത് ഒരു മെഷീനാണ്. എത്രമാത്രം റേഡിയേഷനോടാണ് എക്സ്പോസ്ഡ് ആയിരിക്കുന്നതെന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡോസിമീറ്റർ ഉപയോഗിക്കുന്നത്. അടുത്തത് ആക്യുറേറ്റ് ആയിട്ടുള്ള റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. റേഡിയോ ആക്റ്റീവ് കെമിക്കൽസ് ഡിസ്പോസ് ചെയ്യുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി പേഴ്സണൽ ഹൈജീനെ കുറിച്ചാണ്. ഗ്ലൗസ്, ഏപ്രൺ ഒക്കെ ഉപയോഗിക്കുക. ഐ പ്രൊട്ടക്ടർ ആവശ്യമെങ്കിൽ ഉപയോഗിക്കുക. ഡ്രിങ്ക് ചെയ്യാനോ കോസ്മെറ്റിക്സ് അപ്ലൈ ചെയ്യാനോ കഴിക്കാനോ ഒന്നും പാടുള്ളതല്ല നമ്മുടെ ലബോറട്ടറിയിൽ. ഷൂവോ ചപ്പലോ ലബോറട്ടറിക്കകത്ത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മൗത്ത് പിപ്പറ്റിംഗ് അവോയ്ഡ് ചെയ്യുക. കൈകൾ നല്ല രീതിയിൽ വാഷ് ചെയ്യുക. നമ്മുടെ വർക്ക് ബെഞ്ച് നമ്മൾ പോകുന്നതിന് മുൻപായിട്ട് ഡിസിൻഫെക്റ്റ് ചെയ്യുക. ഗേൾസ് എന്ത് ചെയ്യണം, ഹെയർ പുട്ടപ്പ് ചെയ്തിരിക്കണം. നമ്മൾ ഓപ്പൺ ഹെയറിൽ പോകാനായിട്ട് പാടുള്ളതല്ല. ഇനി മിനിമം ആയിട്ടുള്ള പേഴ്സണൽ ആർട്ടിക്കിൾസ് മാത്രം ലബോറട്ടറിയിൽ കീപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആവശ്യമില്ലാത്തത് അവിടെ കൊണ്ടുപോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഫസ്റ്റ് എയ്ഡ് പ്രാക്ടീസസ് ഇൻ ലബോറട്ടറി. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് എയ്ഡ് നമ്മൾ എന്തിനാണ് കൊടുക്കുന്നത്? ഒരു ഇഞ്ചുറി ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കൊടുക്കുന്നതാണ് നമ്മുടെ ഫസ്റ്റ് എയ്ഡ് അല്ലേ. അപ്പോൾ എക്സസീവായ ബ്ലീഡിങ് അവോയ്ഡ് ചെയ്യാൻ മെഡിക്കൽ അറ്റൻഷൻ കിട്ടുന്നത് വരെ നമുക്ക് എക്സ്ട്രാ ഇഞ്ചുറീസും കോംപ്ലിക്കേഷൻസും അവോയ്ഡ് ചെയ്യാനാണ് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ലാബിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ കാരണമാണ് നമുക്ക് ഫസ്റ്റ് എയ്ഡ് ഉപയോഗിക്കേണ്ടി വരുന്നതെന്ന് നോക്കാം. ആദ്യത്തേത് ബ്രോക്കൺ ഗ്ലാസ് കാരണം ഉണ്ടാവുന്ന കോമൺ ഇഞ്ചുറിയാണ്. അപ്പോൾ ഇവിടെ വോണ്ട് ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ
ഗ്ലാസ് പീസസ് ഒക്കെ റിമൂവ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ വാഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മെർക്കുറോ ക്രോം അല്ലെങ്കിൽ അക്രിഫ്ലാവിൻ ഓയിൽമെന്റ് വൂണ്ടിനകത്ത് അപ്ലൈ ചെയ്യാം. അതുപോലെ അത് നല്ല രീതിയിൽ കവർ ചെയ്ത് നമ്മൾ കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ആസിഡ് അല്ലെങ്കിൽ ആൽക്കലി സ്പ്ലാഷസ് സ്കിന്നിനോട്ട് ഉണ്ടാവുകയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് അടുത്തത്. നല്ല രീതിയിൽ വാഷ് ചെയ്യണം. നമ്മുടെ എഫക്റ്റഡ് ആയ ആ ഒരു സ്കിൻ ഏരിയ കോട്ടൺ വൂള് സോക്ക് ചെയ്ത് ഉപയോഗിച്ച് നമ്മൾ കീപ്പ് ചെയ്യണം. സോക്ക് ചെയ്യുമ്പോൾ ആസിഡ് ആണ് നമ്മുടെ മേല് സ്പ്ലാഷ് ആയത് എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് 5% അക്വസ് സോഡിയം കാർബണേറ്റ് ആണ്. ഇനി ആൽക്കലി ആണ് നമ്മുടെ സ്കിന്നിൽ സ്പ്ലാഷ് ആയത് എന്നുണ്ടെങ്കിൽ 5% അസറ്റിക് ആസിഡോ അല്ലെങ്കിൽ അൺഡൈല്യൂട്ടഡ് വിനീഗറോ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏതാണ്? ആസിഡ് ആണ് വന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സോഡിയം കാർബണേറ്റ് അക്വസ് ഫോമിൽ 5% യൂസ് ചെയ്യുക. ആൽക്കലി ആണെങ്കിൽ 5% അസറ്റിക് ആസിഡ് അല്ലെങ്കിൽ അൺഡൈല്യൂട്ടഡ് വിനീഗർ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതേ ആസിഡ് ആൽക്കലി സ്പ്ലാഷ് കണ്ണിലാണ് സംഭവിക്കുന്നത്, ഐയിലാണെങ്കിൽ എന്ത് ചെയ്യണം? വാട്ടർ സ്പ്രേ ചെയ്യേണ്ടതായിട്ടുണ്ട്. വാഷ് ബോട്ടിൽ നിന്നോ റബ്ബർ ബൾബിൽ നിന്നോ നമുക്ക് മീഡിയൽ കോർണർ ഓഫ് ഐയിലോട്ട് എന്ത് ചെയ്യാം? സ്പ്രേ ചെയ്യാം. ഇവിടെ നമ്മൾ 4 ഡ്രോപ്പ് 2% അക്വസ് സോഡിയം ബൈകാർബണേറ്റ് ആണ്. ആസിഡ് ആണ് വീണതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, എത്രയാണ്? 4 ഡ്രോപ്പ് 2% അക്വസ് സോഡിയം ബൈകാർബണേറ്റ്. ഇനി ആൽക്കലി ആണ് കണ്ണിൽ വീണതെങ്കിൽ ബോറിക് ആസിഡിന്റെ സൊല്യൂഷൻ, സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആണ് യൂസ് ചെയ്യുന്നത്. സാച്ചുറേറ്റഡ് ബോറിക് ആസിഡ് ആൽക്കലി ആണെങ്കിൽ 2% അക്വസ് സോഡിയം ബൈകാർബണേറ്റ് ആസിഡ് ആണെങ്കിൽ. ഓർത്തു വയ്ക്കുക, മാറിപ്പോവാതിരിക്കാനും ശ്രദ്ധിക്കുക. ഇനി ആസിഡ് സോളോ ചെയ്തു നമ്മൾ കൺസ്യൂം ചെയ്യാൻ ഇടയായി എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ 5% സോപ്പ് സൊല്യൂഷൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡ്രിങ്ക് ചെയ്യാനായിട്ട് കൊടുക്കുക. ഗാർഗിൾ ചെയ്യാനായിട്ട് ഈ സോപ്പ് സൊല്യൂഷൻ ഗാർഗിൾ ചെയ്യാനായിട്ട് അലൗ ചെയ്യുക. 3 to 4 ഗ്ലാസ് ഓർഡിനറി വാട്ടർ അവർക്ക് കൊടുക്കാം. ഇനി അവരുടെ ലിപ്പും ടങ്കും ഒക്കെ ബേൺ ആയി പോയി എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വാട്ടർ വെച്ച് റിൻസ് ചെയ്യാം. അതുപോലെ 2% അക്വസ് സോഡിയം ബൈകാർബണേറ്റും കൊടുക്കാവുന്നതാണ്. ഇനി ആൽക്കലി ആണ് ഇങ്ങനെ സോളോ ചെയ്യാൻ ഇടയായത് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് 5% സൊല്യൂഷൻ ആണ്. അസറ്റിക് ആസിഡ് അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് അഥവാ ഡൈല്യൂട്ടഡ് വിനീഗർ നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെയും ഗാർഗിൾ ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ ആസിഡ് സൊല്യൂഷനെ. 3 to 4 ഗ്ലാസസ് ഓഫ് ഓർഡിനറി വാട്ടർ കൊടുക്കുക. ഇനി നേരത്തെ പറഞ്ഞതുപോലെ ലിപ്പും ടങ്കും ഒക്കെ ബേൺ ആയി പോയിട്ടുണ്ട് ആൽക്കലി കാരണം എന്നുണ്ടെങ്കിൽ വാട്ടർ വെച്ച് റിൻസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. 5% അസറ്റിക് ആസിഡ് യൂസ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. അടുത്തത് പോയ്സണിങ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ നേരെ തന്നെ ചെയ്യേണ്ടത് ഫിസിഷ്യനെയോ അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയ ഒരു നഴ്സിൻ്റെ അടുത്തേക്കോ എത്തിക്കുക എന്നുള്ളതാണ്. ടോക്സിക് ആയ സബ്സ്റ്റൻസ് ഏതാണ് എന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ വിക്ടിമിനെ, അതായത് എഫക്റ്റഡ് ആയ ആ ഒരു പേഴ്സണെ വെയിറ്റ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ ഓപ്പൺ എയറിൽ ആയിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മൈനറായ ബേൺസ് എന്തെങ്കിലും ഉണ്ടായി എന്നുണ്ടെങ്കിൽ ഐസ് കോൾഡ് വാട്ടറിൽ നമ്മൾ അല്ലെങ്കിൽ ഐസ് വാട്ടറിൽ നമ്മൾ ആ ഒരു എഫക്റ്റഡ് പാർട്ട് മുക്കി വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ മെർക്കുറോ ക്രോം അല്ലെങ്കിൽ അക്രിഫ്ലാവിൻ ഓയിൽമെന്റ് നമുക്ക് ബേണിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം, ഡ്രസ്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു ഭാഗം ഹീൽ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇൻഫെക്ഷൻ കൂടുകയാണ് എന്നുണ്ടെങ്കിൽ പേഷ്യൻറ്റിനെ ഫിസിഷ്യനുമായിട്ട് റെഫർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ബ്ലിസ്റ്റേഴ്സ് എന്തെങ്കിലും ഉണ്ടായി, നമ്മുടെ ചില വെള്ളം ഇൻഫെക്ഷ്യസ് ആയിട്ട് നമുക്ക് ബ്ലിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാവും അല്ലേ, ബേൺസ് ഒക്കെ ഉണ്ടാവുമ്പോൾ ചെറിയ രീതിയിലുള്ള ബബിള് പോലെയുള്ള അപ്പിയറൻസ് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ബ്ലിസ്റ്റേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വലിച്ച് കീറാതിരിക്കാനായിട്ടൊക്കെ ശ്രദ്ധിക്കുക. സിവിയർ ആയിട്ടുള്ള ബേൺ ആണ് ഉണ്ടായത് എന്നുണ്ടെങ്കിൽ ആദ്യമേ നമ്മുടെ എഫക്റ്റഡ് ആയിട്ടുള്ള പേഴ്സണെ റോൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ബ്ലാങ്കറ്റിൽ എങ്ങാനും അവരെ റോൾ ചെയ്യുക. ഫിസിഷ്യനെ ഉടനെ തന്നെ ഇൻഫോം ചെയ്യുക. അവരെ ഗ്രൗണ്ടിൽ കിടക്കാനായിട്ട് അനുവദിക്കുക. ക്ലോത്തിങ് റിമൂവ് ചെയ്യാതിരിക്കുക. കോൾഡിൽ കവർ ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. ഒരു തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റും ഇങ്ങനൊരു സാഹചര്യത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഫിസിഷ്യനെ നേരെ കൊണ്ടുപോയിട്ട് കാണിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അൺകോൺഷ്യസ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ എഫക്റ്റഡ് ആയ ആ ഒരു പേഴ്സണെ നമ്മൾ എന്ത് ചെയ്യണം? ഫേസ് താഴ്ന്ന രീതിയിൽ നമ്മൾ കിടത്താനായിട്ട് അനുവദിക്കുക. ഒരു സൈഡിൽ കിടക്കുക. അതുപോലെ ആം ആയിക്കോട്ടെ ലെഗ് ആയിക്കോട്ടെ ഒരു ബെൻഡ് പൊസിഷനിൽ കീപ്പ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക.
ഈ ഒരു പോസ്ചർ ഈസി ആയിട്ടുള്ള ബ്രീത്തിങ്ങിന് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ബെറ്റർ ആയ ഒരു ബ്ലഡ് സർക്കുലേഷൻ എല്ലാ ഭാഗത്തേക്കും എത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇനി വിക്ടിം ബ്രീത്ത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ ഉടനെ തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കേരള വാട്ടർ അതോറിറ്റി നടത്തുന്ന കേരള PSC എക്സാം ആയ ലാബ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു കോഴ്സ് ലോഞ്ച് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു കോഴ്സിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും, അതനുസരിച്ച് റിമൈൻഡേഴ്സും ഉണ്ടായിരിക്കും, എക്സാം ഓറിയന്റഡ് MCQ പ്രാക്ടീസ് ഉണ്ടായിരിക്കും, സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും, ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടായിരിക്കും, സ്റ്റഡി ആൻഡ് മെന്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും. നിങ്ങളുടെ എക്സാം കഴിയുന്നത് വരെ നിങ്ങൾക്ക് ത്രൂ ഔട്ട് ഒരു സപ്പോർട്ടായിട്ട് നമ്മളുണ്ടായിരിക്കും. അതുപോലെ നമ്മുടെ സിലബസ് നമുക്കറിയാം അല്ലേ, MLT വരുന്നുണ്ട്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ തന്നെ ബോട്ടണി, സുവോളജി, മാത്സ് എന്നിങ്ങനെ സബ്ജക്ട്സ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ എല്ലാ സബ്ജക്റ്റിനും നമ്മൾ റിവിഷൻ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കും, ടോപ്പിക് ബേസ്ഡ് ആയിട്ടുള്ള ക്വിസുകൾ ഉണ്ടായിരിക്കും, സെൽഫ് അനാലിസിസ് ഇവിടെ നമുക്ക് എൻഷുർ ചെയ്യാവുന്നതാണ്. ഓരോ ടൈം ടു ടൈം ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സാംസും അതുപോലെ ക്വിസുകളും ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അതിലൂടെ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഏത് രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത് കൃത്യമായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കോഴ്സിനെ കുറിച്ചും പ്ലാൻസിനെ കുറിച്ചും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്ന നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യാം. നമ്മൾ 22-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്, മാർച്ച് 22 മുതൽ. അപ്പോൾ എൻറോൾ ചെയ്യാൻ താല്പര്യമുള്ളവരെ പെട്ടെന്ന് തന്നെ എൻറോൾ ചെയ്യാനായിട്ടും ജോയിൻ ചെയ്യാനായിട്ടും പഠിച്ചു തുടങ്ങാനായിട്ടൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് കമൻസിലൂടെ അറിയിക്കാനായിട്ടും ശ്രദ്ധിക്കുക. കുറച്ചധികം നേരത്തെ എഫേർട്ടാണ് നിങ്ങൾ കാണുന്ന ഓരോ ക്ലാസ്സുകളും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കാതെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട്സോ സജഷൻസോ പറയാനുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. അടുത്തൊരു ക്ലാസ് ആയിട്ട് കാണാം. എല്ലാവർക്കും നല്ലൊരു പ്രിപ്പറേഷൻ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ, thank you.